ആർഎസ്എസും കോൺഗ്രസും പറഞ്ഞത് കേട്ടാണ് ലോകായുക്ത ബില്ല് ഗവർണർ ഒപ്പിടാതിരുന്നതെന്ന് LDF കൺവീനർ EP ജയരാജൻ. ഓരോ നിയമങ്ങളും കാലാനുസൃതമായി മാറണം. എന്നാൽ കോൺഗ്രസും ആർഎസ്എസും രാഷ്ട്രീയ നേട്ടത്തിനായി ബില്ലിനെ എതിർത്തു. ഗവർണർ കാണിച്ചത് ജനാധിപത്യ വിരുദ്ധ നിലപാടാണെന്ന് രാഷ്ട്രപതി ഒപ്പിട്ടതോടെ വ്യക്തമായി എന്നും EP ജയരാജൻ പറഞ്ഞു. ഗവർണർ ആ നിയമം ആ ബില്ല് തടഞ്ഞു വെച്ചു. പല ബില്ലും തടഞ്ഞു വെച്ചതുപോലെ ഗവർണർ അതും തടഞ്ഞു വെച്ചു. ആ ബില്ല് തടഞ്ഞു വെക്കാനും ലോകായുക്ത നിയമത്തിന് അംഗീകാരം കൊടുക്കാൻ പാടില്ലെന്ന് ഗവർണറുടെ അടുത്ത് എന്ന് RSSകാരും BJPക്കാരും കോൺഗ്രസ്സുകാരും പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവർണർ അതിനൊപ്പിട്ടില്ല. പക്ഷെ നിയമം, ജനാധിപത്യ സംവിധാനത്തിൻ്റെ കീഴ്വഴക്കങ്ങൾ, ജനാധിപത്യ രീതി ഇതനുസരിച്ച് രാഷ്ട്രപതി അതിന് അംഗീകാരം കൊടുത്തു. ഇതോടുകൂടി ഗവർണർ കാണിച്ചിരിക്കുന്ന തികച്ചും ജനാധിപത്യ വിരുദ്ധமான നടപടിയാണ് എന്ന് വ്യക്തമാക്കപ്പെട്ടു.